നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചൈനയിലെ ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ് വ്യാപനത്തെ തുടർന്ന് ലോകം അതീവ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയുമാണ് നിരീക്ഷിച്ചു വരുന്നത്. ചൈനയിൽ രോഗികളെ കൊണ്ട് ആശുപത്രികളെല്ലാം നിറഞ്ഞിരിക്കുകയാണെന്നുള്ള തരത്തിൽ വിവിധ റിപ്പോർട്ടുകളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. ചൈനയിൽ അടിയന്തരാവസ്ഥ പോലും പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇതെല്ലാം തള്ളുകയാണ് ചൈനയിൽ നിന്നുള്ള മലയാളി ഡോക്ടറും വ്യവസായിയും. HMPVയുടെ പേരിൽ ചൈനയിൽ ഭീകരമായ അന്തരീക്ഷമാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് ഡോക്ടർ ഫൈസലും ബേസിലും ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത്. ചൈനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പൊതുസ്ഥലത്തൊക്കെ നിരവധി ആൾക്കാർ എത്തുന്നുണ്ട് എന്നും ഇരുവരും പറഞ്ഞു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ചൈനയുടെ സാഹചര്യത്തിൽ ഇതായിരിക്കില്ല സ്ഥിതിയെന്നും ഫൈസലും ബേസിലും സാക്ഷ്യപ്പെടുത്തുന്നു. ഡോക്ടർ ഫൈസലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞാൻ നിൽക്കുന്നത് ഫുജിയാനിലെ ആശുപത്രിയിലാണ്. ഇവിടെ ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. HMPV കേസുകളെല്ലാം നോർമലി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ശ്മശാനങ്ങൾ നിറയുന്നു, ആകെ പ്രശ്നമാണ് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ കണ്ടിരുന്നു. അതൊന്നും യാഥാർത്ഥ്യമല്ല. HMPVയിൽ ഇവിടെ ഇതുവരെ മരണസംഖ്യയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പറയത്തക്ക പ്രശ്നങ്ങളുമില്ല. എങ്കിലും ഒരു വൈറസ് ആയതിനാൽ നാളെ എങ്ങനെ വ്യാപിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. സ്വാഭാവികമായും ആ ആശങ്കയിന്മേൽ വേണ്ട ജാഗ്രതാ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. നിലവിൽ HMPVക്ക് വാക്സിൻ ഇല്ല. രോഗലക്ഷണങ്ങളെ ലഘൂകരിക്കാനുള്ള ചികിത്സയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, PCR ടെസ്റ്റ് നടത്തുക എന്നീ കാര്യങ്ങളാണ് പ്രതിരോധം എന്ന നിലയിൽ സ്വീകരിച്ചു വരുന്നത്. അതും വ്യക്തികളുടെ ചോയ്സാണ്. സർക്കാർ പോലും അത് നിർബന്ധമാക്കിയിട്ടില്ല. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജലദോഷമായി വരുന്നവരെ പോലും നമ്മൾ HMPVക്കാരായി കാണും. ബേസിലിന്റെ വാക്കുകളാട്ടെ ഇങ്ങനെയാണ്: ചൈനയ്ക്ക് പുറത്ത് HMPV ചർച്ചയാവുന്നത് പോലെ ഇവിടെ ചർച്ചയാവുന്നില്ല. ഇവിടെയുള്ളവർ ശരിക്കും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ HMPV ഉണ്ട് എന്നൊക്കെ. അതുകൊണ്ട് കൂടിയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വിളിച്ച് കയറി വരാൻ പറയുന്നുണ്ട്. അത്ര വലിയ പ്രശ്നം ഞങ്ങൾക്ക് ഇവിടെ അനുഭവപ്പെട്ടിട്ടില്ല. ശ്മശാനം നിറയുക എന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നമല്ലേ? ഇവിടുത്തെ ആശുപത്രികളിൽ പൊതുവെ തിരക്ക് ഉള്ളതാണ്. മാസ്ക് ധരിച്ചുള്ള പല വിഷ്വലുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അത് കോവിഡ് കാലത്തെടുത്ത ദൃശ്യങ്ങളാണെന്നാണ് തോന്നുന്നതെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം HMPV വ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തിലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ 6 കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രോഗികളുടെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളില്ലെന്നും ലോകാരോഗ്യ സംഘടനയും ഇന്ത്യയിലെ സാഹചര്യം നിരീക്ഷിക്കുന്നുണ്ട് എന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ചൈനയിലെ വിവരങ്ങൾ കൃത്യമായി അറിയിക്കുന്നുണ്ട് എന്നും ആരോഗ്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ചൈനയിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് രോഗാവസ്ഥ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ 6 HMPV കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ബംഗളൂരുവിൽ 2, ചെന്നൈയിൽ 2, അഹമ്മദാബാദിലും കൊൽക്കത്തയിലും 1 വീതമാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യലഹങ്കയിലെ ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയ 8-3 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനും പെൺകുഞ്ഞിനുമാണ് രോഗബാധ കണ്ടെത്തിയത്. ബ്രോങ്കോ ന്യൂമോണിയ ബാധിച്ച് ചികിത്സ തേടിയ 3 മാസം പ്രായമുള്ള പെൺകുഞ്ഞിന് കഴിഞ്ഞയാഴ്ചയാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. അഡ്മിറ്റ് ചെയ്ത കുഞ്ഞിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചിരുന്നു. ചികിത്സയ്ക്ക് ശേഷം രോഗം ഭേദമായ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത ശേഷമാണ് വൈറസ് ബാധ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിച്ചത്. ജനുവരി 3-നാണ് ഇതേ ആശുപത്രിയിൽ 8 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനും രോഗം സ്ഥിരീകരിച്ചത്. ഈ കുഞ്ഞിനും ബ്രോങ്കോ ന്യൂമോണിയ ഉണ്ടായിരുന്നു. ചെന്നൈയിലെ ഗിണ്ടി, തേനാമ്പേട്ട് എന്നിവിടങ്ങളിൽ ചികിത്സ തേടിയ 2 കുട്ടികൾക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കൊൽക്കത്തയിൽ 5 മാസം പ്രായമുള്ള കുഞ്ഞിന് ഈ രോഗാവസ്ഥ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ നവംബറിലാണ്. അഹമ്മദാബാദിലെ ചാൻഖേഡയിൽ ഈ രോഗബാധ കണ്ടെത്തിയിരിക്കുന്നതും 5 മാസം പ്രായമുള്ള കുഞ്ഞിനാണ്. 2001-ൽ കണ്ടെത്തിയ വൈറസ് ആണെങ്കിലും HMPVക്കായി പ്രത്യേക പരിശോധനകൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നടക്കാറുണ്ടായിരുന്നില്ല. COVID-19 പോലെ പുതിയൊരു വൈറസ് അല്ല HMPV എന്നതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ICMR അറിയിക്കുന്നത്. ശ്വാസകോശ സംബന്ധമായ പകർച്ചവ്യാധികളുള്ളവർ പൊതുനിർദ്ദേശങ്ങൾ പാലിക്കുക, ആൾക്കൂട്ടത്തിനിടയിൽ ഇറങ്ങാതെ ഇരിക്കുക, മുഖവും മൂക്കും മൂടുക എന്നിങ്ങനെയാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന നിർദ്ദേശം. നമ്മുടെ രാജ്യത്ത് പലർക്കും ഈ രോഗബാധ വന്നു പോയിരിക്കാം. സാധാരണ ജലദോഷപ്പനിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ഈ വൈറസ് അപൂർവം കേസുകളിൽ മാത്രമാണ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാൽ ചൈനയിൽ രോഗബാധ പൊട്ടിപ്പുറപ്പെട്ടതോടെയാണ് ഇന്ത്യ അടക്കമുള്ള മറ്റു രാജ്യങ്ങളിലും പരിശോധന ശക്തമാക്കിയത്. ചൈനയിലെ രോഗബാധയുടെ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ലോകാരോഗ്യ സംഘടന മറ്റു രാജ്യങ്ങൾക്കും നൽകുന്നുണ്ട്. അതിനാൽ സ്ഥിതി സമഗ്രമായി വിലയിരുത്തി മുന്നോട്ട് പോകുമെന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു. ശ്വാസകോശ സംബന്ധിയായ അസുഖങ്ങളുടെ സാഹചര്യം വിലയിരുത്തി വരികയാണെന്നും വലിയ ക്ലസ്റ്ററുകളായുള്ള വർധനവ് ഇത്തരം രോഗങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.